ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ജനുവരി 6 എപ്പിഫനി അഥവാ ദനഹ തിരുനാളിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമാണിന്ന്. ഈശോയുടെ പ്രത്യക്ഷീകരണം അഥവാ ഉദയം എന്നൊക്കെയാണ് ദനഹ എന്ന പദത്തിനർത്ഥം. പിണ്ടികുത്തി തിരുനാളെന്നും രാക്കുളി തിരുനാളെന്നും ഈ തിരുനാളിനെ അറിയപ്പെടുന്നുണ്ട്. 2 കാര്യങ്ങളാണ് ദനഹ തിരുനാളിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കുന്നത്. ഈശോയുടെ ജനനത്തിന് ശേഷം ഈശോയെ രണ്ടാമതായി കാണാൻ വരുന്നത് പൗരസ്ത്യ ദേശത്തു നിന്നുള്ള വിജാതീയരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരാണ്. ഗാസ്പർ, ബൈത്താസർ, മൽക്കിയോർ എന്നീ പറയുന്ന 3 പൗരസ്ത്യ ശാസ്ത്രജ്ഞന്മാർക്കാണ് രണ്ടാമതായി ഈശോയെ കാണാൻ ഭാഗ്യം ലഭിച്ചതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഈശോ യഹൂദന്മാർക്ക് വേണ്ടിയുള്ള ഒരു രക്ഷകൻ മാത്രമല്ല, അഖില ലോകത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ രക്ഷകനായിട്ടാണ് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചതിന്റെ ഓർമ്മയാണ് ഈ ദനഹ തിരുനാൾ. മറ്റൊരു ചിന്തയും കൂടി ഈ ദനഹ തിരുനാളിൽ പങ്കുവെക്കുന്നുണ്ട്. ഈശോയുടെ മാമോദീസ. ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ച ഈശോ. മറ്റൊന്ന് പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ ജോർദാൻ നദിയിൽ വെച്ച് യോഹന്നാനിൽ നിന്നും മാമോദീസ സ്വീകരിച്ച ഈശോ. ഞാനും ഈശോയോട് കൂടി മരിച്ച് 3-ാം നാൾ ഉത്ഥാനം ചെയ്യേണ്ടതെന്ന് ഇത് നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. എനിക്കായി വെളിപ്പെടുത്തപ്പെട്ട ഈശോയോട് ചേർന്നുകൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതം വഴി വെളിപ്പെടുത്താനായിട്ട് നമുക്കും പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ആരാണ് ദൈവത്തിന്റെ പ്രിയപുത്രൻ? എങ്ങനെ നമുക്കും ദൈവത്തിന്റെ പ്രിയപുത്രൻ, പ്രിയപുത്രി ആകാനായിട്ട് സാധിക്കും? പഴയ നിയമത്തിൽ നിന്നുള്ള ചില ഉദ്ധരണികളാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള വാചകത്തിന് അടിസ്ഥാനമായിട്ട് വരുന്നത്. ഏശയ്യാ 42:1 പറയുന്നുണ്ട് സഹനദാസനെ കുറിച്ച്. മിശിഹ വരുമ്പോൾ സഹനദാസനെ കുറിച്ചുള്ള രീതിയിലാണ് ഏശയ്യാ ഇവിടെ വെളിപ്പെടുത്തുന്നത്. മറ്റൊന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തില് അബ്രഹാത്തിന്റെ പ്രിയപുത്രനായ ഇസഹാക്കിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേ സ്നേഹമുള്ളവരെ, ബലിജീവിതം നയിക്കുന്നവരെല്ലാം ദൈവത്തിന്റെ പ്രിയപുത്രൻ, പ്രിയപുത്രിമാരാണ്. നിന്റെ ജീവിതത്തിലെ സഹനങ്ങളിലൂടെ, ഒറ്റപ്പെടലുകളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം നീ ദൈവത്തിന്റെ പ്രിയപുത്രൻ, പ്രിയപുത്രി ആകണമെങ്കിൽ പരാതികളില്ലാതെ ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമാകണം. മറ്റൊന്ന് 2 സാമുവേൽ 7:14 രാജാവ് ദാവീദ് രാജാവിന് ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാണ് ഈശോ മിശിഹ. ദാവീദ് രാജാവിനോട് പറയുന്നുണ്ട് നിന്റെ ഔരസപുത്രൻ എന്ന്. കാലാന്തരങ്ങൾക്ക് ശേഷം ആ വാഗ്ദാനം ഈശോ മിശിഹായിൽ പൂർത്തീകരിക്കുകയാണ്. അതേ സ്നേഹമുള്ളവരെ, ജോർദാൻ നദിയിൽ വെച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിക്കുന്ന പുതിയ സംഗമമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ പ്രിയപുത്രരാകുവാൻ, പ്രിയപുത്രിയാകുവാനായിട്ട് സഹനദാസിയിലൂടെ, സഹനത്തിലൂടെ നടന്നു നീങ്ങിക്കൊണ്ട് ബലിജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധ്യമാകട്ടെ. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.